ജില്ലാ മജിസ്ട്രേറ്റ് ആരതി സിംഗ് അന്ന് ഡ്യൂട്ടിയിൽ അല്ലാത്തതിനാൽ ഒരു സാധാരണ ഇളം നീല സൽവാർ സ്യൂട്ടും ചെരുപ്പുകളും ധരിച്ചുകൊണ്ട് തന്റെ അനുജത്തി ലളിതയ്ക്കൊപ്പം അവളുടെ തുണിത്തരങ്ങൾ വാങ്ങാനായി മാളിലേക്ക് പോവുകയായിരുന്നു. നഗരത്തിലൂടെ ഒരു ഓട്ടോറിക്ഷയിലാണ് യാത്ര. അവർ ആ ഓട്ടോ സവാരി നന്നായി ആസ്വദിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ച് ഓട്ടോക്കാരൻ പെട്ടെന്ന് ബ്രേക്കിട്ടു. അയാളുടെ മുന്നിൽ ഒരാൾ വട്ടം ചാടി. നിർത്തടാ ഓട്ടോ. പോലീസുകാരൻ ഇൻസ്പെക്ടർ അശോക് സിംഗ് ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ കൈവച്ച് നിർത്തി പറഞ്ഞു. അയാൾ ഡ്രൈവറോട് രേഖകൾ ആവശ്യപ്പെട്ടു. ഓട്ടോ ഡ്രൈവറുടെ കൈവശം അപ്പോൾ രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇൻസ്പെക്ടർ വിധി പ്രഖ്യാപിക്കുന്ന പോലെ പറഞ്ഞു. ഇൻഷുറൻസ് ഇല്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, ചലാൻ ഉറപ്പാ, അല്ലെങ്കിൽ 2000 തരണം. ഓട്ടോ ഡ്രൈവർ കൈകൂപ്പി നിന്നു. സാറേ, തെറ്റിപ്പോയി. പേപ്പറുകളെല്ലാം വീട്ടിലുണ്ട്. നാളെ കൊണ്ടുവന്ന് കാണിക്കാം. ക്ഷമിക്കണം സാറേ. അശോക് സിംഗ് തറപ്പിച്ചു പറഞ്ഞു. അതൊന്നും നടക്കില്ല. ചലാൻ എഴുതും. ചലാൻ വേണ്ടെങ്കിൽ 2000 തന്നേ പറ്റൂ. പിൻസീറ്റിലിരുന്ന് എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആരതി സിംഗ് നിശബ്ദയായിരുന്നു. സാറേ, ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേയുള്ളൂ. 1 രൂപ പോലും ഇന്നുണ്ടാക്കിയിട്ടില്ല. എന്റെ കയ്യിൽ പൈസയില്ല. എവിടെ നിന്ന് തരാനാണ്? ഓട്ടോക്കാരൻ വിനയത്തോടെ അപേക്ഷിച്ചു. പോലീസ് ഇൻസ്പെക്ടർ പുച്ഛത്തോടെ ചിരിച്ചു. ഇന്നലെ ഉണ്ടാക്കിയത് എവിടെ പോയി? അതിൽ നിന്ന് തന്നാൽ മതി. അതൊക്കെ ഇന്നലെ തന്നെ തീർന്നുപോയി സാറേ. സത്യമായിട്ടും എന്റെ കയ്യിൽ പണമില്ല. ഇനി ഒരിക്കലും പേപ്പർ എടുക്കാൻ മറക്കില്ല. സാർ ക്ഷമിക്കണം. ഡ്രൈവർ നിസ്സഹായനായി. ഈ സമയം അത്രയും ആരതി സിംഗ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ധാർഷ്ട്യം അളക്കുകയായിരുന്നു. അശോക് സിംഗ് കൂടുതൽ രോഷാകുലനായി ഓട്ടോ ഡ്രൈവറോട് അലറി. എടാ പിച്ചക്കാരാ, നിനക്ക് 2000 രൂപ തരാൻ കഴിയില്ലേ? പണം തന്നില്ലെങ്കിൽ നിന്റെ ഓട്ടോ ഞാൻ കണ്ടുകെട്ടും. സാറേ, ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്? എന്റെ വണ്ടി എന്തിനാ കണ്ടുകെട്ടുന്നത്? ഞാൻ വല്ല കൊടുങ്കുറ്റവും ചെയ്തോ? ഓട്ടോക്കാരൻ ചോദിച്ചു. ഇതു കേട്ടതോടെ അശോക് സിംഗിന്റെ നിയന്ത്രണം പോയി. ഓട്ടോ ഡ്രൈവറുടെ മുഖത്ത് ഒരു അടി കൊടുത്തുകൊണ്ട് അയാൾ ആക്രോശിച്ചു. നീ എന്നോട് തറുതല പറയുന്നു? നിനക്കെന്നെ ചോദ്യം ചെയ്യാൻ മാത്രം ധൈര്യമോ? ആ നിമിഷം DM ആരതി സിംഗിന്റെ ഉള്ളിൽ തീയാളുകയായിരുന്നു. ഓട്ടോയിൽ നിന്നിറങ്ങിയ അവർ പോലീസ് ഇൻസ്പെക്ടറുടെ നേർക്ക് നടന്നു. ഡ്രൈവറെ തല്ലാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? ഇതാണോ മര്യാദ? ഈ പാവപ്പെട്ടവൻ വണ്ടി ഓടിച്ചാണ് കുടുംബം പോറ്റുന്നത്. ഒരു തെറ്റ് ചെയ്താൽ കൈക്കൂലി ചോദിക്കുകയും അടിക്കുകയും വണ്ടി കണ്ടുകെട്ടുകയും ചെയ്യുന്നതാണോ നിങ്ങളുടെ നിയമം? ഇതൊരു നിയമമല്ല. ഈ പാവം നിങ്ങളുടെ വയറ് നിറക്കാൻ വന്നതല്ല, സ്വന്തം കുടുംബത്തെ പോറ്റാൻ ഇറങ്ങിയതാണ്. അവൾ ശബ്ദമുയർത്തി. സാധാരണ വേഷം ധരിച്ച ഒരു സ്ത്രീ തന്നെ ചോദ്യം ചെയ്യുന്നത് അശോക് സിംഗിനെ ചൊടിപ്പിച്ചു. അയാൾ കൂടുതൽ രൂക്ഷമായി. നീയാണോ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? ഇടയിൽ കയറാൻ ആരാ നിന്നോട് പറഞ്ഞത്? അധികം ബഹളം വെച്ചാൽ നിന്നെയും ലോക്കപ്പ് കാണിക്കും. ഞാനാണ് പോലീസ്. നിന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനും എനിക്ക് അധികാരമുണ്ട്. അഹങ്കാരം കാണിക്കണ്ട, മനസ്സിലായോ? സംസാരിക്കുന്നത് ഒരു DM ആണെന്ന് അയാൾക്ക് ഒരു കണക്കിനും മനസ്സിലായില്ല. ആരതി ശാന്തമായി എന്നാൽ ഉറച്ച സ്വരത്തിൽ പ്രതികരിച്ചു. സാറേ, നിങ്ങൾ പോലീസാണ്. അതിനർത്ഥം പാവങ്ങളെ കൊള്ളയടിക്കാമെന്നോ കൈക്കൂലി ചോദിക്കാമെന്നോ അല്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്. അശോക് സിംഗ് ക്രുദ്ധനായി. നിയമം വിട്ട് ആരതി സിംഗിന്റെ മുഖത്ത് ഒരു കരണം നോക്കി അടിച്ചു. നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വന്നോ? കുറച്ചുനേരം ആയല്ലോ നീ വല്ലാതെ സംസാരിക്കുന്നത്. നിനക്കെന്നേക്കാൾ കൂടുതൽ ദേഷ്യം അറിയാമോ? കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത്. നിന്നെയും നിന്റെ അനിയത്തി ലളിതയെയും ഞാൻ ജയിലിലടക്കും. ഓട്ടോ എടുത്ത് പോവാൻ നോക്ക്. അടിയേറ്റെങ്കിലും ആരതി സിംഗ് തന്റെ രോഷം ഉള്ളിലൊതുക്കി. തന്റെ അധികാരം ഉടൻ പുറത്തെടുക്കാതിരുന്നത് ഇൻസ്പെക്ടർ എത്രത്തോളം അധപതിക്കുമെന്ന് അളക്കാനായിരുന്നു. അവർ ഓട്ടോയിൽ കയറി മാളിലേക്ക് പോയി. ലളിതയ്ക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങിയെങ്കിലും ആരതിയുടെ മനസ്സ് കലുഷിതമായിരുന്നു. അശോക് സിംഗിനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. നിയമത്തെ അപമാനിക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്ക് യൂണിഫോം ധരിക്കാൻ അർഹതയില്ല. മാളിൽ നിന്ന് മടങ്ങിയ ശേഷം അവർ ഒരു തീരുമാനമെടുത്തു. അശോക് സിംഗ് ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലെ അന്തരീക്ഷം നേരിൽ കാണണം. അവിടെ മുഴുവൻ അഴിമതിയാണെങ്കിൽ സിസ്റ്റത്തെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കണം. അടുത്ത ദിവസം രാവിലെ ആരതി സിംഗ് തന്റെ DM പദവി മറച്ചുവെച്ച് പച്ച സൽവാർ സ്യൂട്ട് ധരിച്ച് ഒരു സാധാരണക്കാരിയായി ആ പോലീസ് സ്റ്റേഷനിലെത്തി. അകത്ത് ഒരു കസേരയിലിരുന്ന് SI രാജേന്ദ്ര മിശ്ര മൊബൈലിൽ സംസാരിക്കുകയായിരുന്നു. അടുത്തെത്തിയ ആരതി, സാറേ, എനിക്കൊരു റിപ്പോർട്ട് എഴുതണം. പൂർത്തിയാക്കും മുമ്പേ രാജേന്ദ്ര മിശ്ര തടഞ്ഞു. എന്ത് റിപ്പോർട്ട്? ഇവിടെ റിപ്പോർട്ട് എഴുതാനുള്ള ഫീസ് 5000 ആണ്. പൈസ കൊണ്ടുവന്നോ? ഇല്ലെങ്കിൽ വേഗം പോ. ആരതിയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. ഈ സ്റ്റേഷനിൽ പരസ്യമായി കൈക്കൂലി വാങ്ങുന്നതിനെ കുറിച്ച് DM ആയിട്ടും താൻ അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് അവർ അത്ഭുതപ്പെട്ടു.
അവർ ആഴത്തിൽ ശ്വാസമെടുത്ത് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, സാർ, നിങ്ങൾ എന്തിനാണ് കൈക്കൂലി ചോദിക്കുന്നത്? ഒരു റിപ്പോർട്ട് എഴുതാൻ പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്. രാജേന്ദ്ര മിശ്രയ്ക്ക് അത് സഹിച്ചില്ല. എന്താ പറഞ്ഞത്? ഞാൻ തെറ്റ് ചെയ്തെന്നോ? എന്നേക്കാൾ കൂടുതൽ നിയമം നിനക്കറിയാമോ? അധികം തറുതല പറഞ്ഞാൽ ഞാൻ നിന്നെ ഉള്ളിലിടും. ഈ ഇൻസ്പെക്ടറും അശോക് സിംഗിന്റെ അതേ പാതയിലാണെന്ന് അവർക്ക് മനസ്സിലായി. ശാന്തത കൈവിടാതെ അവർ ചോദിച്ചു, നിങ്ങളുടെ സ്റ്റേഷനിലെ SI അശോക് സിംഗ് എവിടെയാണ്? മിശ്ര അക്ഷമനായി. നിനക്ക് അവനെന്താ കാര്യം? എന്നെ ചോദ്യം ചെയ്യണ്ട, പോയി അവനോട് സംസാരിക്ക. സർ, നിങ്ങൾ എന്റെ റിപ്പോർട്ട് എഴുതണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ആരതി താക്കീത് നൽകി. ഇത് കേട്ട് രാജേന്ദ്ര മിശ്ര പൊട്ടിച്ചിരിച്ചു. നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? നിന്നെ കണ്ടാൽ ഒരു പിച്ചക്കാരിയെ പോലെയോ കക്കൂസ് കഴുകുന്നവളെ പോലെയോ തോന്നുന്നു. ഇവിടെ റിപ്പോർട്ട് എഴുതാൻ പറ്റില്ല, ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ തള്ളി പുറത്താക്കും. നിയന്ത്രണം വിടാതെ ആരതി പുറത്തേക്കിറങ്ങി. എന്നിട്ട് മൊബൈൽ എടുത്തു. തന്റെ കീഴിലുള്ള IAS IPS ഉദ്യോഗസ്ഥരെ വിളിച്ചു. ഞാനിപ്പോൾ ഈ സ്റ്റേഷനിലുണ്ട്, നിങ്ങൾ എന്റെ വാഹനം കൊണ്ടുവരൂ. അവർ വീണ്ടും സ്റ്റേഷനിലേക്ക് കയറി. രാജേന്ദ്ര മിശ്ര അവരെ കണ്ടതും അലറി. ഈ പെണ്ണ് വീണ്ടും വന്നോ? നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. നിന്നെ ജയിലിൽ ഇടേണ്ടി വരും. ആരതി ഭയപ്പെട്ടില്ല. പതിഞ്ഞ വ്യക്തമായ ശബ്ദത്തിൽ അവൾ പറഞ്ഞു, സാർ, എനിക്ക് റിപ്പോർട്ട് എഴുതിയാൽ മാത്രം മതി. നിങ്ങൾ റിപ്പോർട്ട് എഴുതണം. ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങനെ പെരുമാറിയാൽ ജനങ്ങൾ ആരോടാണ് നീതിക്കായി കേഴേണ്ടത്? പക്ഷേ മിശ്ര ആവർത്തിച്ചു, ഞാൻ പറഞ്ഞല്ലോ, 5000 കൊണ്ടുവരണം. പണമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. എന്നെ വീണ്ടും ശല്യപ്പെടുത്തരുത്, അല്ലെങ്കിൽ നിന്നെ വലിച്ചിഴച്ച് പുറത്തിടും. ഇവർ എത്രത്തോളം തരംതാണവരാണ്. ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയില്ല. ആരതി മനസ്സിൽ ചിന്തിച്ചു. ചെറിയ ഒരു ചിരിയോടെ അവർ പറഞ്ഞു, നോക്കൂ സർ, നിങ്ങൾ കൈക്കൂലി ചോദിക്കുന്നത് നിയമത്തിനെതിരാണ്. നിങ്ങൾ എന്റെ റിപ്പോർട്ട് എഴുതിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കും. നിങ്ങൾ വലിയ ഉദ്യോഗസ്ഥരാണെന്ന് കരുതുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഭാവി എന്തായിരിക്കുമെന്ന്. മിശ്ര കോപാകുലനായി. 2 പോലീസുകാരെ വിളിച്ചു. ഈ പെണ്ണിനെ പുറത്താക്ക്. ഇവളോട് നന്നായി പെരുമാറിയാലേ ഇവൾ പോകുള്ളൂ. സിപ്പായിമാർ ആരതിയുടെ നേർക്ക് നടന്നടുക്കുമ്പോഴാണ് സ്റ്റേഷന്റെ വാതിൽക്കൽ ഒരു ഇടിമുഴക്കം പോലെ ശബ്ദമുയർന്നത്. നിൽക്കൂ. എല്ലാവരുടെയും കണ്ണുകൾ വാതിൽക്കലേക്ക് തിരിഞ്ഞു. അവിടെ DM ആരതിയെ കൂട്ടിക്കൊണ്ടുവരാനെത്തിയ IAS IPS ഉദ്യോഗസ്ഥരുടെ വലിയൊരു സംഘം നിൽക്കുന്നു. മറ്റു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അവർക്കൊപ്പമുണ്ടായിരുന്നു. അവരിൽ ഒരാൾ രാജേന്ദ്ര മിശ്രയെ നോക്കി ആക്രോശിച്ചു. അവിവേകി, നീ എന്താണ് ചെയ്യുന്നത്? നിന്റെ യൂണിഫോം ഈ നിമിഷം ഊരിപ്പോകും. നിനക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാം. ഇത് കേട്ട് മിശ്രയുടെ കൈകാലുകൾ വിറച്ചു. നെറ്റിയിലൂടെ വിയർപ്പൊഴുകി. സാറേ, ഈ പെൺകുട്ടി എന്ന് പറഞ്ഞ് അയാൾ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആരതി സിംഗ് മുന്നോട്ട് വന്നു. അവരുടെ മുഖത്ത് ദൃഢതയും അധികാരിയുടെ തേജസ്സും ഉണ്ടായിരുന്നു. നിർത്തൂ മിശ്ര, ഞാൻ ഈ പെൺകുട്ടിയല്ല, ഈ ജില്ലയുടെ ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. ഒരു സാധാരണ പൗരനോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ഈ സ്റ്റേഷൻ നിങ്ങളുടെ തറവാട്ട് സ്വത്താണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥ നിയമം എന്താണെന്ന് മനസ്സിലാക്കും. അന്തരീക്ഷം മാറി മറിഞ്ഞു. സിപ്പായിമാർ പരസ്പരം നോക്കി. ആരതിയെ പിടിക്കാൻ വന്നവർ ഭയന്ന് പിന്നോട്ടു മാറി. IAS ഉദ്യോഗസ്ഥൻ മേശയിൽ ആഞ്ഞടിച്ച് ഉത്തരവിട്ടു. കോൺസ്റ്റബിൾ, ഇൻസ്പെക്ടർ മിശ്രയെ ഉടൻ കസ്റ്റഡിയിലെടുക്കൂ. ഒരു നിമിഷം വൈകരുത്. അല്പസമയം മുമ്പ് വരെ ഗർജിച്ചിരുന്ന മിശ്ര ഇപ്പോൾ കൈകൂപ്പി കരയുകയായിരുന്നു. മേഡം, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു അവസരം തരണം. എന്റെ ജോലി പോകും. പക്ഷേ ആരതിയുടെ കണ്ണുകളിൽ ദയ ഉണ്ടായിരുന്നില്ല. അവർ തണുത്ത സ്വരത്തിൽ പറഞ്ഞു, ഒരിക്കൽ ചെയ്യുന്നത് മാത്രമാണ് തെറ്റ്. നിങ്ങളുടെ ഈ പ്രവൃത്തി ഒരു കുറ്റകൃത്യമാണ്. അതൊരു ശീലമാണ്. ഇതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിച്ചേ തീരൂ. ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തുക, നിയമത്തെ പരിഹസിക്കുക, സ്ത്രീകളെ അപമാനിക്കുക, ഇതൊന്നും തെറ്റല്ല, കുറ്റമാണ്. DM ആരതി സിംഗ് ഉടൻ തന്നെ IPS ഉദ്യോഗസ്ഥനോട് കൽപ്പിച്ചു, ഇവരെ ഈ നിമിഷം സസ്പെൻഡ് ചെയ്യണം. കൈവിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്യൂ. IPS ഉദ്യോഗസ്ഥന്റെ ആജ്ഞയോടെ 2 സിപ്പായിമാർ മിശ്രയെ വിലങ്ങണിയിച്ചു. സ്റ്റേഷനിലെ മറ്റെല്ലാവരും തലകുനിച്ചു നിന്നു. മിശ്രയെ കൊണ്ടുപോകുമ്പോഴാണ് സ്റ്റേഷന്റെ പ്രധാന വാതിൽ കടന്ന് ഇൻസ്പെക്ടർ അശോക് സിംഗ് ധൃതിയിൽ അകത്തേക്ക് വന്നത്. മുഖത്ത് പരിഭ്രമമുണ്ടായിരുന്നു. അയാൾക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷെ മുന്നിൽ നിൽക്കുന്ന ആരതി സിംഗിനെ കണ്ടതും അയാളുടെ കിളി പോയി. താൻ റോഡിൽ വെച്ച് തല്ലിയ അതേ സ്ത്രീ. താൻ ഒരു സാധാരണക്കാരിയെ തല്ലിയതിന് അവൾ DM ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ അന്വേഷണത്തിലാണ് ഈ വലിയ ഉദ്യോഗസ്ഥർ വന്നതെന്നാണ് അയാൾ കരുതിയത്. വിറക്കുന്ന ശബ്ദത്തിൽ അയാൾ IPS ഉദ്യോഗസ്ഥനോട് പറഞ്ഞു,
സാർ, ഈ പെൺകുട്ടി ഒരു നമ്പർ 1 തെമ്മാടിയാണ്. ഞാനൊരു ഓട്ടോക്കാരന്റെ ചലാൻ എഴുതുമ്പോൾ അവൾ എന്നോട് തട്ടിക്കയറുകയും എന്നെ തല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അവളോട് കുറച്ച് മോശമായി സംസാരിച്ചത്. അവൾ DM ഓഫീസിൽ പോയി പരാതി നൽകി. അതുകൊണ്ടാണ് നിങ്ങൾ രാജേന്ദ്ര മിശ്രയെ അറസ്റ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് ഈ പെൺകുട്ടിയെയാണ്. ഈ വാക്കുകൾ കേട്ടതും സ്റ്റേഷനിൽ ഭീകരമായ നിശബ്ദത തളം കെട്ടി. IPS ഉദ്യോഗസ്ഥൻ രോഷം കൊണ്ട് വിറച്ചു. അശോകിന്റെ കരണത്ത് 1 അല്ല 2 അടി കൊടുത്തു. എന്നിട്ട് ഗർജിച്ചു. ഇൻസ്പെക്ടർ അശോക്, നിന്റെ പരിധിയിൽ നിൽക്കുക. നീ സംസാരിക്കുന്നത് ആരാണെന്ന് നിനക്കറിയില്ല. അശോക് സിംഗ് തകർന്നുപോയി. നെഞ്ചിടിപ്പോടെ വിറക്കുന്ന സ്വരത്തിൽ അയാൾ ചോദിച്ചു, സാർ, നിങ്ങൾ എന്താണ് പറയുന്നത്? ഈ മേഡം ആരാണ്? IPS ഉദ്യോഗസ്ഥൻ മറുപടി പറയുന്നതിനു മുൻപ് DM ആരതി സിംഗ് നേർക്കുനേർ നോക്കി. റോഡിൽ അടിയേറ്റപ്പോൾ അടക്കിപ്പിടിച്ച അഗ്നി അവരുടെ കണ്ണുകളിൽ ആളിക്കത്തി. ഓർമ്മയുണ്ടോ ആ അടി? അത് നിന്റെ ജീവിതത്തിൽ ഏറ്റവും ഭാരമുള്ള അടിയായിരിക്കും. DM ആരതി സിംഗ് ഗൗരവത്തോടെ പറഞ്ഞു. അന്ന് ഒരു സാധാരണക്കാരിയെ അപമാനിച്ച് നിങ്ങൾ വിജയിച്ചു എന്ന് കരുതി. പക്ഷെ സത്യത്തിൽ ആ ഒരടി എന്റെ ആത്മാവിനെയല്ല, ഈ സിസ്റ്റത്തിന്റെ മുഴുവൻ അഴുക്കിനെയുമാണ് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ തല്ലിയത് എന്നെ മാത്രമല്ല, നിങ്ങളിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്ന ജനങ്ങളുടെ ശബ്ദത്തെയാണ്. അശോകിന്റെ മുഖം വിളറി, ചുണ്ടുകൾ വിറച്ചു, ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. ആരതി സിംഗ് ഉറച്ച ശബ്ദത്തിൽ തുടർന്നു. ഇന്ന് ഞാൻ DM ആയി മാത്രമല്ല വന്നിരിക്കുന്നത്. റോഡിലും സ്റ്റേഷനിലും ഓഫീസുകളിലും നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥരാൽ അപമാനിക്കപ്പെടുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ്. യൂണിഫോം ഇട്ടാൽ നിങ്ങൾ ദൈവമായി എന്ന് കരുതിയോ? നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, പോലീസുകാർക്കും. അവർ മേശയിൽ ആഞ്ഞടിച്ച് അലറി. കോൺസ്റ്റബിൾ, ഇൻസ്പെക്ടർ അശോകിനെ അറസ്റ്റ് ചെയ്യൂ. യൂണിഫോം ഊരുക. സസ്പെൻഷൻ റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കുക. IPS ഉദ്യോഗസ്ഥൻ തലയാട്ടിയതും 2 സിപ്പായിമാർ മുന്നോട്ട് വന്നു. അശോകിന്റെ കയ്യിൽ വിലങ്ങ് വീണു. ഭയന്നു വിറച്ചു അയാൾ യാചിച്ചു, മാഡം ക്ഷമിക്കണം, തെറ്റിപ്പോയി, എനിക്ക് മനസ്സിലായില്ല. നിയമം ആരുടെയും ഐഡന്റിറ്റി നോക്കാറില്ല ഇൻസ്പെക്ടർ. എല്ലാവർക്കും നിയമം ഒരുപോലെയാണ്. നിന്റെ മാപ്പപേക്ഷ കൊണ്ട് ജനങ്ങളുടെ വേദന കുറയില്ല. ഇനി കോടതി തീരുമാനിക്കട്ടെ. ആരതി തടഞ്ഞു. ആ സ്റ്റേഷനിലെ ഓരോ പോലീസുകാരന്റെയും തലയിൽ ഒരു കാര്യമുറച്ചു. ഈ ജില്ലയിൽ ഇനി 6 ജനങ്ങളെ ഉപദ്രവിച്ചാലും അവരുടെ സ്ഥലം ഇരുമ്പഴികൾക്ക് പിന്നിലായിരിക്കും. രാജേന്ദ്ര മിശ്രയെയും അശോക് സിംഗിനെയും വിലങ്ങണിയിച്ച് പുറത്തു കൊണ്ടുവന്നപ്പോൾ പുറത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടം ആവേശഭരിതരായി. വലിയ 2 ഭീമന്മാർ കുടുങ്ങി. ആളുകൾ അടക്കം പറഞ്ഞു. IPS ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചു, ഇനി മുതൽ ഈ ജില്ലയിൽ ഗുണ്ടായിസമില്ല. നിയമമാണ് ഭരിക്കുക. അത് പോലീസുകാരനായാലും രാഷ്ട്രീയക്കാരനായാലും സാധാരണക്കാരനായാലും തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. ജനക്കൂട്ടം കൈയടിച്ചു. ആ ഉദ്യോഗസ്ഥരെ ജീപ്പിൽ കയറ്റി നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിലെത്തിയപ്പോൾ ജയിലർ പോലും പുറത്തു വന്നു. ആരതിയും IPS ഉദ്യോഗസ്ഥനും ഉത്തരവിട്ടു, ഇവരെ ജയിലിലിടൂ. ഇന്നു മുതൽ ഇവർ ഉദ്യോഗസ്ഥരല്ല, കുറ്റവാളികളാണ്. അവരുടെ യൂണിഫോം അഴിപ്പിച്ചു. വെള്ളത്തടവുകാരുടെ വേഷം ധരിപ്പിച്ചു. നാണക്കേടും ദേഷ്യവും പശ്ചാത്താപവും അവരുടെ മുഖത്ത് ഒരുമിച്ച് നിഴലിച്ചു. ഇരുമ്പഴിക്കുള്ളിലേക്ക് തള്ളിയപ്പോൾ രാജേന്ദ്ര മിശ്ര കൊച്ചുകുട്ടികളെ പോലെ ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. അശോക് സിംഗ് മനസ്സിലോർത്തു, അന്ന് ആടി കൊടുക്കാതിരുന്നെങ്കിൽ ഈ ദിവസം കാണേണ്ടി വരില്ലായിരുന്നു. പക്ഷെ കർമ്മഫലം കൊണ്ടേ പോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.